ഹായ് ഹലോ. ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് കുറച്ച് തോനെ പറയാൻ കേട്ടോ നിങ്ങളോടൊക്കെ. കാരണം ഇന്നെൻ്റെ വീട്ടിൽ മാറുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വിളിച്ചാണ് ഞാൻ ഗ്യാസ് ചായക്കുള്ള വെള്ളം വെച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ദോശക്കുള്ള മാവൊക്കെ റെഡിയാക്കി വരുമ്പോൾ ചായ തിളച്ചോളുമല്ലോ. അപ്പോൾ എനിക്ക് ചായ പോയിട്ട് ചായ ആയല്ലോ, സിമ്പിൾ പണിയല്ലേ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ ഓക്ക് സ്നാക്സൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒക്കെ പിച്ചിട്ട് പോയാൽ ഒക്കെ നന്നാക്കി വരുമ്പോഴത്തേന് എന്തായി, ചായ തിളച്ച് ചായ മാറ്റി വെച്ച്. പിന്നെ ദോശയൊക്കെ ചുട്ടാണ് ഞങ്ങൾ എന്ത് പോവാനുള്ള തയ്യാറെടുപ്പില്ല കേട്ടോ. നിൻ്റെ വീട് മാറേണ്ട ഒരു ദിവസമാണ്, അപ്പം നല്ല തിരക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഏകദേശം ദോശയൊക്കെ ചുട്ട് കഴിയാനായിട്ട്. പിന്നെ ദോശക്ക് കറിയൊന്നും ഇല്ല ഇനി, കാരണം ഇന്നലെ നൈറ്റ് ഞങ്ങൾ പുറത്തുനിന്ന് അതിന് ഫുഡ് കഴിച്ചത്. അപ്പം നമ്മൾ പെട്ടെന്ന് സിമ്പിളായി കറി ഉണ്ടാക്കി വെച്ചപ്പോൾ ദോശക്ക് മാച്ച് ചട്ടിനി കണ്ടു. അങ്ങനെ ചട്ടിനിക്ക് വേണ്ടി ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ. അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് കഴിയണമല്ലോ, കാരണം ബാക്കിയുള്ള പണികളും ഉണ്ട് ചെയ്യാൻ. അപ്പോൾ പെട്ടെന്നൊരു ചട്ടിനി റെഡിയാക്കിയിട്ട് ഞങ്ങൾ എന്തായി, ദോശയും ചട്ടിനിയും ചായയും കുടിച്ചിട്ടോ. കട്ടൻ ചായയാണ് ഏറ്റവും രാവിലത്തെ ഏറ്റവും ബെസ്റ്റ് കിട്ടും. അപ്പോൾ ഞങ്ങൾ കുടിച്ച് വേഗം എൻ്റെ മോളെ ഞാൻ റെഡിയാക്കി കേട്ടോ. ഓളെ റെഡിയാക്കാനാണ് ഏറ്റവും പണി കേട്ടോ. അപ്പോൾ ഓളെ റെഡിയാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ ഹസ്ബൻഡൊക്കെ വന്ന് ഹസ്ബൻഡ് ചായയൊക്കെ കുടിച്ച്. പിന്നെ പുറത്ത് പോകുമ്പം, കാരണം നമ്മളിപ്പോൾ പോകുന്നത് അവിടെ വീട്ടിൽ പണിയെടുക്കാനാണ്, അപ്പോൾ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നും വേണ്ട. എന്നാലും പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്തില്ലെങ്കിൽ ഒരു ഇതാണ്. സൺസ്ക്രീൻ ആയതുകൊണ്ട് പെട്ടെന്ന് പരിപാടി ആയിട്ടോ, കാരണം ഓവർ മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്, മൂപ്പര് ഓട്ടോറിക്ഷ തന്നെയാണ്. അപ്പോൾ ഓളെടുത്ത് വണ്ടിയിലിട്ടെ. അപ്പം അത് കഴിഞ്ഞിട്ട് ആലോചിച്ചപ്പോൾ തോന്നി, ഓളെ നോക്കാൻ എന്തായാലും ഒരാൾ വേണ്ടി വരും. അപ്പോൾ പോണ വഴിക്ക് മുത്തച്ഛൻ്റെ മോളെയും കൂട്ടിയിട്ടോ, കാരണം ഓളുണ്ടായാലും ഇവൾ ബെസ്റ്റ് അടങ്ങി നിന്നോളൂ, ഓളെ കൂടെ അങ്ങനെ കളിച്ചോളും. അങ്ങനെ മോളൂസിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചാൽ ആദ്യം മോളൂസിൻ്റെ വീട്ടിൽ പോയിട്ട് ഓളെ കൂട്ടിയിട്ട് ഞാൻ പുതിയ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ലേറ്റ് ആയിട്ടോ, കാരണം വീട്ടിൽ പണി കഴിഞ്ഞിട്ട് വേണം പോകാൻ. അപ്പോൾ ഓളെയും കൂട്ടി ഏതായാലും അവൾക്ക് പോകുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ അവിടെയൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങളവിടെ എത്തിയ സമയത്ത് എന്തിട്ടുണ്ട്, ഫസ്റ്റ് ട്രിപ്പ് വണ്ടി വന്നിട്ട് സാധനങ്ങൾ കവമാറ ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് ഓല അവിടെ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ പുതിയ മാറുന്ന വീട്. അപ്പോൾ അൾമാറിയും കാര്യങ്ങളൊക്കെ ഒരു രണ്ടാമത്തെ ട്രിപ്പിന് വേണ്ടി വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീട് കിട്ടും. സംഭവമൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പുതിയ വീട് ഏതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ വരുന്ന ലിവിങ് ഏരിയ കേട്ടോ. ലിവിങ് ഏരിയയിൽ ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ ബെഡൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ വലിയൊരു ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിന് പിന്നെ 2 റൂംസാണുള്ളത്, പിന്നെ നേരെ കിച്ചണാണ് കേട്ടോ. ഏതായാലും പുതിയ വീട് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ 2 ബാത്റൂമും ഉണ്ട്, ഉള്ളിൽ ഒരു അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതാണ് കിച്ചണ്. നല്ലൊരു വിശാലമായിട്ടുള്ള കിച്ചൺ തന്നെ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ പണിക്കാർ രണ്ടാമത്തെ ട്രിപ്പൊക്കെ കൊണ്ട് വന്നിട്ടോ. സാധനങ്ങളൊക്കെ നല്ല പണിക്കാരൊക്കെ നല്ല അടിപൊളി പണിക്കാരാണ്. വേറെ ആരല്ല, എൻ്റെ അമ്മേൻ്റെ മോനാണ്. അവൾ വന്ന് സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായി ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് റിസ്ക് ഉണ്ട്, കാരണം ഇതിലേക്ക് കൊണ്ടുവരാൻ ചെറിയൊരു ഇടവഴി മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ, കാണുന്നൊരു ഇടവഴി കൂടെ കേട്ടോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്. അങ്ങനെ ഓലൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ടോ. ഏതായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൊരു ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും പോയപ്പോൾ. ഓക്കെ, ബൈ ബൈ.